പാതിരാക്കോഴികളെ പോലെ ഈ രാത്രിയിൽ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നെന്ന് ആലോചിക്കുകയാണോ? ഞങ്ങൾ ഇന്ന് നടന്നൊരു ഹോട്ടലിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഏറ്റവും അടുത്തായിട്ട് പുതുതായി ആരംഭിച്ച ഗ്രിൽച്ചി റെസ്റ്റോറന്റിലേക്കാണ് ഞങ്ങൾ എത്തിയത്. മെനു തുറന്നു നോക്കിയപ്പോൾ വല്ലാത്തൊരു സന്തോഷം. ഞാനെടുത്ത ഫോട്ടോസൊക്കെ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ആംബിയൻസ് ഒക്കെ ആസ്വദിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഷെസ്വാൻ നൂഡിൽസും മലായി കബാബും ചില്ലിയും തന്തൂരി റൊട്ടിയും ഒക്കെ എത്തി. കൂടെ ഒരു സലാഡും കൂടി കിട്ടി. അങ്ങനെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോ ദാ പറയണം. ഏത് ചിക്കൻ ചില്ലിയും റൊട്ടിയും ഫ്രൈഡ് റൈസും കബാബ് ചിക്കൻ ചില്ലിയും റൊട്ടിയും നല്ലുണ്ട്. പിന്നെ റൈസും ഒക്കെ. ആദ്യം ഞാൻ റിവ്യൂ പറയുന്നതിന് മുമ്പ് ഇത് നമ്മളെ നാട്ടിലൊരു സംരംഭമാണ്. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോ പറയുന്ന ഭക്ഷണമെങ്കിൽ ഒരു ചവിട്ട് വെച്ചാൽ നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്തും. അതുകൊണ്ട് ഞാൻ എല്ലാവരും വിളിക്കും, വരാം, ഒന്ന് സപ്പോർട്ട് ആക്കാം, ഇതിനെ നിലനിർത്തി തരാം. ഫുഡ് റേറ്റ് എല്ലാം അടിപൊളിയാ, ഒന്നും പറയാനില്ല. നിങ്ങൾ വന്നിട്ട് ഒന്ന് ടേസ്റ്റ് ആക്കി നോക്ക്. ഓക്കെ. എടുത്ത ഫുഡ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മുമ്പ് ഫോട്ടോ എടുക്കാൻ വന്നിന്. അപ്പൊ മലായി ചിക്കൻ ഒക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്താണ്. ഞാൻ പിന്നെ ഫോട്ടോ എടുത്താണ്. അപ്പൊ അതൊന്ന് നേരെ കഴിക്കൊള്ളുന്നുണ്ടായിരുന്നു. എനിക്ക് എന്റെ ടേസ്റ്റ് ഉള്ളൂ മലായി ഞാൻ കഴിച്ചോളുള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫുഡ് വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്റെ ഫേവറേറ്റ് ചിക്കൻ ചില്ലി അടിച്ച റൊട്ടീൻ്റെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാ. പിന്നെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും നല്ല രസമുണ്ട്. നല്ല അറിയുന്ന കുക്ക് ഉണ്ടാക്കി എന്നുള്ള ഒരു ഫീൽ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഓവറോൾ ഓക്കെയാണ്, സെറ്റ്. റിവ്യൂസ് ഒക്കെ കഴിഞ്ഞപ്പോ ജ്യൂസും ചായയും എത്തി. ചായ അടിപൊളി, സൂപ്പർ. അതെ, ചായക്ക് ഞാനും 10ൽ 10 മാർക്ക് കൊടുക്കും. ഫുഡും കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കും നല്ല തിരക്കും തുടങ്ങി. ഈ സമയം 10:30 മണിക്ക് ശേഷമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയ്യും കഴുകി പുറത്തു വന്നപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഫുഡ് റെഡി ആവുന്നുണ്ടായിരുന്നു. പോകാനൊരുങ്ങുമ്പോൾ സ്നാക്സ് ബോക്സിൽ കണ്ട പഴം നിറച്ചതും കുഞ്ഞു കുഞ്ഞു സമൂസയും വാങ്ങി ഞങ്ങൾ അങ്ങ് നടന്നു. ഇനി ഇത് എവിടെയാണ് എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ടൗണിലെ ട്രാഫിക്കിൽ നിന്നും ഡയറക്റ്റ് പള്ളം റോഡിലേക്ക് വന്നാൽ അവിടെ റെയിൽപാലം കാണാം. അണ്ടർപാസിലൂടെ വന്ന് പള്ളം പള്ളി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഗ്രിൽച്ചി വരുന്നത്. പാർക്കിങ്ങിനായി പ്രത്യേകം സൗകര്യം ഒരുക്കിയിട്ടുമുണ്ട്. ഇനി ഈ ഗേറ്റ് ഒന്ന് കടന്ന ഞങ്ങളുടെ വീട്ടിലേക്ക് എത്താറായി.